അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇന്ന് മൂന്നാറാണുള്ളത്. മൂന്നാറൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് എഴുതി വന്നതാണ്. അപ്പോൾ സമയം 7:15. നമ്മുടെ അനിയന്മാരാണ് പോകുന്നത്. 2 പേര്, ഞങ്ങൾ മൊത്തത്തിൽ 3 പേരാണ് വന്നിരിക്കുന്നത്. 2 പേര് എക്സ്പ്രസ്സും നമ്മുടെ വണ്ടി. അപ്പം സമയം ഇപ്പോൾ 7:15 ആയിട്ടുണ്ട്. രാവിലെ ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ പയ്യെ ചായ കുടിച്ച് നിർത്തി ആണ് വന്നത്. ഇപ്പോൾ തിരക്കൊന്നുമില്ല, രാത്രി ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് സുഖമായിട്ടിങ്ങ് പോകുന്നു. അപ്പോൾ മൂന്നാർ എന്തായാലും വന്നപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ ഈ സമയം ആയതുകൊണ്ടായിരിക്കണം, നല്ല തണുപ്പുണ്ട്. പക്ഷെ കോടയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതാണ്. അപ്പം നേരെ എന്നാ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡ് പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, തിരക്കൊന്നുമില്ല. ഇട ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല. നല്ല ഇളം വെയിലടിക്കുന്നുണ്ട്. നല്ല രസമാണ്, നല്ലൊരു ഫീലാണ് കേട്ടോ. രാവിലെ ഈ തണുപ്പത്ത് ഇങ്ങനെ വെയിലടിക്കുന്നപ്പോഴത്തേക്കും നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണത്. അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. നമ്മൾ വെളുപ്പിനെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് കൊണ്ട് തന്നെ കൈയൊക്കെ നല്ലപോലെ മരച്ചിരിക്കുകയുണ്ടോ. അവന്മാർക്കാണ് ഗ്ലൗസ് പോലും ഇല്ല. എങ്ങനെയാണ് ഓടിച്ചിട്ട് പോകുന്നത് എനിക്കറിയാം. ഇത് എൻ്റെ കൈക്കകത്തൂടെ, ഈ ഗ്ലൗസിനകത്തൂടെ തണുപ്പടിച്ചിട്ടേ കൈ മരച്ചിരിക്കുക. അത്രയ്ക്ക് തണുപ്പുണ്ട് കേട്ടോ. ഞാൻ നല്ലപോലെ എനിക്ക് തണുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ വീണ്ടും തണുപ്പ് കൂടിയപ്പോഴേ ഭയങ്കര വിഷയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരം വെയിൽ കൊണ്ടവിടെ നിൽക്കുമായിരുന്നു രാവിലെ വന്നിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ. എന്തായാലും കൊള്ളാം. വഴിയും ഒന്നും തന്നെ തിരക്കൊന്നുമില്ല. കടകളൊക്കെ അടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കടകളൊക്കെ ഇനി തുറന്ന് വരണം. വെയിലടിക്കുന്ന നോക്കി, ആ മലയിലോട്ട് നോക്കി വെയിലടിക്കുന്നുണ്ടോ, നല്ല രസമില്ല. ഇതാണ് മറ്റേ ഗോൾഡൻ അവറാണ് കേട്ടോ. അതായത് നല്ല ഗോൾഡ് കളറിൽ ഇങ്ങനെ വെയിലടിക്കുന്ന ആ ഒരു സമയത്തിനാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. അതിങ്ങനെ ആ മലയിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര വല്ലാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ. അതായത് ഒരു മഞ്ഞ കളറിലെ വെയിലാണ് വരുന്നത് ആ സമയത്ത് കേട്ടോ. ഭയങ്കര രസമില്ലേ. ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് ഈ ഒരു കളർ മാറും. പിന്നെ വല്ലാത്തൊരു വെയിലിൻ്റെ നോർമൽ വെട്ടം വീഴും. അതപ്പോഴത്തോട്ടാണ് ചൂട് വരാൻ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ചൂടായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും, നല്ല ചൂടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് അടുക്കും തോറും, നമ്മൾ മുന്നോട്ട് പോകും തോറും നല്ല തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് ഇങ്ങനെ ബൈക്ക് ഓടിച്ചോണ്ട് പോകുമ്പോഴേ. റൈഡേഴ്സിനൊക്കെ അറിയാമായിരിക്കും, ബൈക്കിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ബൈക്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ ഓടിച്ചു പോകാമെന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇട ദിവസം ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ല. റോഡിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡിലൊക്കെ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല തണുപ്പാണേ, നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇച്ചിരി നേരം ഇവിടെ വെയിലത്തങ്ങ് നിന്ന് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ നല്ല തണുപ്പത്തല്ലേ വന്നേ. വേറെ വെയിലത്ത് ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മളിതേ ഒരു ഹോട്ടൽ തപ്പി പോവുകയാണ് സുഹൃത്തുക്കളെ. നല്ലപോലെ വിശക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ മലയൊക്കെ കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞത് ഈ ഏരിയയിലൊക്കെ ആയപ്പോഴത്തേക്കാണ് നല്ല തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയത്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ഓടിച്ച് വന്ന ആ ഒരു തണുപ്പിനേക്കാളും കൂടുതലായിട്ടും എനിക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ നമ്മളിതേ മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മളിവിടെയാണ് വരാറുള്ളപ്പോഴൊക്കെ കഴിക്കാറുള്ളത്. നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം.
ഞാൻ ആ പറഞ്ഞ ഹോട്ടൽ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ, അത് ഓപ്പൺ ആയിട്ടില്ല. ഇച്ചിരി കൂടി കഴിയുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം വേറൊരു അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മളെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചു, അവിടെ നിന്ന് കാണാമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഹോട്ടലിൻ്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട്. അവിടെ എന്താണോ ഉള്ളത് വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് മൂന്നാറൊക്കെ കറങ്ങാം. നല്ല ചൂട് മസാല ദോശ ഉണ്ട് കേട്ടോ, അടിപൊളി, നല്ല രുചിയുള്ള സാധനം, നല്ല ചൂട്, അടിപൊളി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതേ മൂന്നാറിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് വട്ടം കറങ്ങി കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മെയിനായിട്ട് വട്ടവടയൊക്കെ പോകണത്, വട്ടവട ഗ്യാപ്പ് റോഡ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം. ഗ്യാപ്പ് റോഡ് എൻ്റെ കൂടെ വന്നിരിക്കുന്ന 2 കൂട്ടുകാരില്ല, അമ്മമാർ 2 അനിയന്മാർ, അമ്മമാർ ഗ്യാപ്പ് റോഡ് വണ്ടി ഓടിച്ചിട്ടില്ല. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാപ്പ് റോഡ് അടിക്കും. ടൗണിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോഴാണ് പെട്രോൾ അടിക്കുന്ന കാര്യം ഓർത്തത്. ഞാൻ രാവിലെ ഒരു 600 രൂപയ്ക്ക് വീട്ടിൽ നിന്ന് കയറി പോകുന്നപ്പോൾ അടിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെല്ലുന്നിടത്തിൽ പോകുമ്പോഴല്ലോ, പിന്നെ അവിടെ കയറി കുറച്ച് പൈസയ്ക്ക് പെട്രോൾ അടിക്കാം, അല്ലെങ്കിൽ നമ്മൾ വട്ടവടയിൽ പോയി പെട്ടുപോകും. വട്ടവടയ്ക്കൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, വട്ടവടയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് പെട്രോൾ അടിച്ചിട്ട് പോവുക. അവിടെ ഒന്നും പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പം അത് ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു ചെറിയ അടിപൊളി നല്ലൊരു പമ്പുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കയറി പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്തി 2 ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാം. നമ്മൾ മൂന്നാറാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവരും അറിയട്ടെന്നേ, അത് മെയിനാണല്ലോ സ്റ്റാറ്റസ് പരിപാടി. അപ്പം കുറച്ച് ഫോട്ടോ എടുത്ത് കളയാം. നമ്മുടെ മെയിൻ പരിപാടി ഇതാ, നമ്മളെവിടെയെങ്കിലും പോയി കയറി നിൽക്കുക, അവിടുത്തെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക, അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. അത് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. വട്ടാണോ അത് ആലോചിക്കുന്നതല്ലേ? അത് ഒരുതരം വട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അഡിക്ഷനാണ് കേട്ടോ, ഈ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ വട്ടവടയ്ക്കുള്ള വഴിയിലേക്ക് കയറി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും അടിപൊളി തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ്. ദൂരെ കാണുന്നത് തേയില ഫാക്ടറിയാണ്. അപ്പോൾ ഈ വഴിക്ക് തീരെ വീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വളവും തിരിവുകളൊക്കെ ഉള്ള വഴികളാണ്. അപ്പം വളമൊക്കെ നമ്മൾ വളയ്ക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വളച്ചില്ലെങ്കിൽ ശരിക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാറിലെ കാഴ്ചകളും ഒരു മലയാളിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കേട്ടോ. എങ്കിലും ഞാനങ്ങ് പരിചയപ്പെടുത്തുമോ, ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരായ ചുരുക്കമാണ് മലയാളികൾ. എന്തായാലും കൊള്ളാം, അടിപൊളി. നമ്മൾ വട്ടവടയ്ക്ക് പോകാൻ വേണ്ടി പകുതി മുക്കാൽ ദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് സൈലൻറ്റ് വാലിക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം വന്നത്. അപ്പം ഞങ്ങൾ നേരെ സൈലൻറ്റ് വാലിയിലേക്കുള്ള വഴിക്ക് തിരിയുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൈലൻറ്റ് വാലിക്ക് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി ലെങ്ത് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ സൈലൻറ്റ് വാലി ഫുള്ള് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ എന്നല്ല, അടുത്ത സൈലൻറ്റ് വാലിയുടെ കാഴ്ചകളുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.